ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായയുടെ റെസിപ്പി ആയിട്ടാണ്. കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചായ എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാനിപ്പോൾ ഗ്യാസിൽ ഇതുപോലെ ചായ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിതുപോലെ ഒരു കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതേ സെയിം കപ്പ് തന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പാലും ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവൻ പാലും എടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഈ ചായ റെഡിയാക്കുന്നത്. എങ്കിലും നമ്മുടെ ചായക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 സ്പൂണ് ചായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല സ്ട്രോങ് തന്നെയാണ് നമ്മൾ നമ്മുടെ ചായ റെഡിയാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. ഇനിയാണ് നമ്മുടെ ചായയിലേക്കുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചുക്കുപൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 സ്പൂണ് ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് തിളച്ച് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ തീ ഒരു മേടിയത്തിലിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ തന്നെ അതൊന്ന് വേവിച്ചെടുക്കുക. നമ്മളിതുപോലെ തിളച്ചിട്ട് പുറത്തേക്ക് പോകുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായയാണത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ചായയൊക്കെ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുടിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു ചായ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.